വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മളിപ്പോഴുള്ളത് തൃശ്ശൂരിലെ പൂരനഗരിയിലാണ്. പൂരം ഇനി അങ്ങോട്ട് ആവേശത്തിന്റെ പെരുമയിലേക്ക്, ആവേശത്തിന്റെ പെരുക്കത്തിലേക്ക് പോകാൻ പോകുന്നു അല്ലേ? ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്, ചെറിയ ചെറിയ കൈത്തോടുകൾ പോലെ അല്ലേ? ഇനിയിപ്പം വണ്ടികൾ ഇങ്ങോട്ട് വരാൻ പാടാ, നടന്നിട്ട് വന്നോളും. അപ്പൊ നടന്നിട്ടും വണ്ടിയിലും ഒക്കെ ആയിട്ട് എത്തി ഒരുപാട് മനുഷ്യരുണ്ട്. എറണാകുളത്ത് നിന്നാണ് വരുന്നത്. എത്ര വർഷമായിട്ട് പൂരം ആഘോഷിക്കാൻ വരുന്നു? ഞാനൊരു 35 കൊല്ലത്തോളമായി. 35 വർഷമായിട്ട് എല്ലാ പൂരത്തിനും ഇവിടെ വരും. കാലത്തെ വരും. തലേദിവസം ഇവിടെ വന്ന് ഇല്ല, കാലത്തെ വരുള്ളൂ. ഇതിന് എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ? വൈകുന്നേരം വരെ ഉണ്ടാവും. ഈ പൂരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഏതാ? ഇഷ്ടപ്പെട്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടമാറ്റമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തുള്ള കുടമാറ്റത്തിൽ ഈ വരുന്ന എല്ലാം ഫ്ലക്സ് ബോർഡുകളോ, അത് ദയവായിട്ട് അതൊന്ന് മാറ്റി കിട്ടിയാൽ എന്റെ അഭിപ്രായമുണ്ട്. എനിക്ക് എന്റെ തുണി എല്ലാം കുടമാറ്റം തുണിയാണ്, അതിനാണ് ഐശ്വര്യം. ഈ ഫ്ലക്സ് ബോർഡ് കണ്ടിട്ട് കാര്യമില്ല. ഭഗവാന്റെ മുമ്പിൽ കുടയാണ് ഏറ്റവും വലിയ. ആ കുട തുണിയിൽ നിർമ്മിച്ചിരിക്കുന്ന കുട വേണം എന്നതാണ് ആഗ്രഹം, എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ അതാണ് 35 വർഷമായിട്ട് എറണാകുളത്ത് നിന്ന് വന്ന് ഒരു പൂരവും മുടക്കാത്ത ഒരു പൂരപ്രേമിയാണ് നമ്മുടെ ഈ ചേട്ടൻ. അപ്പോൾ ചേട്ടന്റെ ഒരു അഭ്യർത്ഥന അധികൃതർ കേൾക്കുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമസ്കാരം. എവിടുന്നാ? പാലക്കാട് പുതുശ്ശേരിയിൽ നിന്നാണ്. എല്ലാ വർഷവും വരുമോ? ഇത് ആദ്യമാണോ? ഞങ്ങൾ ഇവിടെ താമസം. ആദ്യ പൂരാനുഭവമാണോ? അല്ല, ഞങ്ങളൊരു 13 years ആയിട്ടുണ്ട്. ആണല്ലേ? എങ്ങനെ ഈ പൂരത്തിന്റെ കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്താ? കുടമാറ്റമാണ്. അപ്പൊ കുടമാറ്റത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും? അതോ രാവിലെ കഴിഞ്ഞ് തിരിച്ചു പോകും? വൈകുന്നേരം തിരിച്ചു പോകത്തുള്ളൂ അല്ലേ? ഒറ്റ രണ്ടുപേരും കൂടി ഇറങ്ങി ഇനി ഇവിടെ ഇനി കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ടോ? ബന്ധുക്കളൊക്കെ ഉണ്ടോ? എല്ലാവരും ഉണ്ട്. വന്നോട്ടെ. അപ്പൊ പൂരത്തിന്റെ നഗരിയിലാണ് കുട്ടികളടക്കം എല്ലാവരും ഉണ്ട്. അപ്പോൾ പലയിടങ്ങളിൽ നിന്നായിട്ട് ഒത്തുചേരുന്ന മനുഷ്യരാണ്. അവരെല്ലാവരും ഒരുമിച്ച് ഒരു സമുദ്രമായി തീരുന്നു അല്ലേ ഈ പൂരനഗരിയിൽ എത്തുമ്പോൾ. എന്താ മോളെ, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 7th. ഓക്കെ, പൂരം കാണാൻ ഇറങ്ങിയതാ. ഓക്കെ, അപ്പൊ പൂരം കാണാൻ കൊച്ചുകുട്ടികൾ ആബാലവൃദ്ധമടക്കം അല്ലേ ഈ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ കുടമാറ്റം എന്ന സംഗതി വൈകുന്നേരം 5:30 തൊട്ട് സന്ധ്യാസമയങ്ങളിലാണ് കുടമാറ്റേണ്ടത്. അല്ലാണ്ട് രാത്രി 7:30 മണിക്ക് മേലെ കുടമാറ്റിട്ട്, അതായത് 6:30 മുമ്പ്, അസ്തമയത്തിന് മുമ്പ് കുടമാറ്റം അവസാനിക്കണം. സൂര്യൻ അസ്തമയ സമയത്തിന് മുമ്പ് കുട മാറ്റിയിരിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഫ്ലെക്സ് മാറണം. രണ്ട്, ഈ കുടമാറ്റത്തിന് മുമ്പ് സൂര്യാസ്തമയത്തിന് മുമ്പ് കുടമാറ്റം അവസാനിച്ചിരിക്കണം എന്നുള്ളതാണ് അല്ലേ? നമസ്കാരം. എവിടുന്നാ വരുന്നത്? തൃശ്ശൂർ തന്നെ. തൃശ്ശൂർ തന്നെ. എല്ലാ പൂരത്തിനും എത്താറുണ്ട്? എല്ലാ പൂരത്തിനും ഉണ്ട്. കലാകാരനാണ്. എന്താണ്? എലത്താളം. അപ്പൊ പങ്കെടുക്കുന്നുണ്ടോ? തിരുവമ്പാടിയിലുണ്ട്. അപ്പൊ എത്ര മണിക്ക് തുടങ്ങും? ഒരു 2:30 ആവുമ്പോഴേക്ക് തുടങ്ങും അല്ലേ? അപ്പൊ എത്ര മണി വരെ പോകും? 5 മണി വരെ എലത്താളം ഉണ്ടാവും അല്ലേ? അപ്പൊ മോള്, നിങ്ങളെല്ലാവരും ഒരു ടീമാണോ, ഫാമിലിയാണോ? ഒരുപാട്. മോളെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 4ാം ക്ലാസ്സിൽ. ഓക്കെ, എലത്താളമൊക്കെ താല്പര്യമുണ്ടോ? ഡാൻസ് പാട്ടൊക്കെ ഉണ്ട്. ഓക്കെ.